ഇതേ നിസ്കാരമാണ് നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു നൽകിയത്. 5 വഖത്ത് 50 വഖത്ത് കൊടുത്തു. 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാം 9 പ്രാവശ്യം തിരിച്ചയച്ചു എന്ന് ഹദീസിൽ തന്നെയുണ്ട്. 9 വട്ടം അല്ലാഹുവിനെ കണ്ട വ്യക്തിയാണ്. 9 വട്ടം തിരിച്ചയച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം 5 വഖത്തുമായി വന്നപ്പോഴും മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടിട്ട് പറഞ്ഞു, ഇസ്രായേൽ ജനതയെ ഞാൻ പരീക്ഷിച്ചതാ, നിസ്കാരം വളരെയേറെ പ്രയാസമാണ്, തിരിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ വട്ടം പോകുമ്പോഴും 5 വെച്ചാ ക്യാൻസൽ ചെയ്യുന്നത്, ഇനി ഇതും കൂടി ഒരു വട്ടം പോയാൽ മൊത്തത്തിൽ ചിലപ്പോൾ റദ്ദ് ചെയ്യും. ഹദീസിൽ കാണാം, എനിക്ക് വല്ലാത്ത ലജ്ജയായി പോയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ മടങ്ങി 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 എത്ര വട്ടം പോകുമ്പോഴൊക്കെ 5 വെച്ച് കുറയ്ക്കാൻ. ആദ്യം 50, പിന്നെ 45, 40, 35, 30, 25, 20, 15, 10, 5 ഇങ്ങനെ 5 വെച്ച് കുറച്ച് കൊണ്ടുവന്നിരിക്കുക. ഇനി എനിക്ക് പോകാൻ ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിസ്കാരമാണ് നമ്മുടെ കയ്യിലേക്ക് നൽകിയത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ സറഹു അയൽഖല്ലാഹ അസ്സ വജല്ല, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹുവിനെ കാണുവാൻ ഏറുവാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു മുസ്ലിമിന് അല്ലാഹുവിനെ കാണാൻ കൊതിയുണ്ടോ, താല്പര്യമുണ്ടോ, ഫൽയുഹാഫിൽ അല സലവാത്തിൽ ഖംസ, 5 വഖത്ത് നമസ്കാരം ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 5 വഖത്ത് ശ്രദ്ധിച്ചാൽ അല്ലാഹുവിനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണും. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂനൽ ഖമറ ലൈലത്തുൽ ബദ്രി, 14-ാം രാവിൽ പൂർണ്ണ ചന്ദ്രനെ നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ അല്ലാഹുവിനെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് കാണണമെങ്കിൽ എന്ത് വേണം? നിസ്കാര ചിട്ടയാവണം. അതിനിപ്പോഴേ വേണം, അല്ല റമദാനിൽ മാത്രം ഒന്ന് തലകുത്തി മറിഞ്ഞു പിന്നെ ഇറങ്ങി കാര്യമില്ല. നിസ്കാരം ഇപ്പോഴേ ചിട്ടയാവണം, നേരത്തെ കറക്റ്റ് ആവണം. റമദാന് മുമ്പ് തന്നെ ഒരുങ്ങി തയ്യാറാകണം. അതിലേക്ക് പോകുമ്പോൾ തന്നെ 5 വഖത്ത് ജമാഅത്തായി പുരുഷന്മാർ നിസ്കരിക്കുന്നു, സ്ത്രീകൾ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നു. നിസ്കാരം അങ്ങനെയാണ് വേണ്ടത്. بسم الله الرحمن الرحيم إن الصلاة كانت على المؤمنين كتابا موقوتا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നിസ്കാരം സമയബന്ധിതമാണ്. നിസ്കാരത്തെ ശ്രദ്ധിക്കണേ. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയബന്ധിതമാണ്, സമയത്ത് നിസ്കരിക്കണം. അവ്വൽ വഖത്ത്. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ സ്വല്ലൽ അബ്ദു ഫീ അവ്വലി വഖതിഹാ സഅദത ഇല സമാ. ഒരു മനുഷ്യൻ അവ്വൽ വഖത്തിൽ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, ചരിച്ചിൽ ജമാഅത്തിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ബാങ്ക് മുഴങ്ങുമ്പോ അവ്വൽ വഖത്തിൽ ജമാഅത്തായി പള്ളിയുടെ അകത്തളങ്ങളിൽ കൃത്യമായി നമസ്കരിക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, വീടിന്റെ അകത്തളങ്ങളിൽ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നതായ ഉമ്മയുണ്ടോ, സഅദത സമാ ഇല സമാ ഹത്താ തഹാ ഇലൽ അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിന്റെ തിരുസവിധത്തിലേക്ക് അവന്റെ നമസ്കാരം ഓട്ടോമാറ്റിക്കായി കയറുകയാ. അലൈഹാ നൂർ, ആ നമസ്കാരം പ്രകാശിച്ചുകൊണ്ടാണ് അല്ലാഹുവിലേക്ക് കയറുന്നത്. പ്രകാശിക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തി നമസ്കാരം എന്ന് പറയുന്ന മഹനീയമായ അമൽ നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമത്രേ. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ, നിസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നിസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിനക്ക് അല്ലാഹു സംരക്ഷണം നൽകട്ടെ, എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകട്ടെ എന്ന് നിസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. وإذا صلى العبد في غير وقتها
നമസ്കാരം അതിന്റെ സമയത്തല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം നിസ്കരിച്ചാൽ, സമയത്തല്ലാതെ ആ സമയത്തെ വിട്ട് പിന്തിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ, നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ സമയത്തല്ല നിസ്കരിക്കുന്നത്, ആ നമസ്കാരത്തിന് പ്രകാശമില്ല, ഇരുളായി മാറുകയാണ്. ആ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോ തുറത്തുൽ മലായികതു സ്വലാതഹു, ആ നമസ്കാരത്തെ മലക്കുകൾ തിരിച്ചയക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു, പഴയ തുണി ചുരുട്ടുന്നത് പോലെ അവന്റെ നിസ്കാരത്തെ മലക്കുകൾ ചുരുട്ടുകയാണ്. തുറത്തുൽ മലായികതു നമസ്കരിച്ചവന്റെ മുഖത്തേക്ക് തന്നെ ആ നമസ്കാരത്തെ മലക്കുകൾ റിട്ടേൺ അയക്കുകയാണ്. നിസ്കരിച്ച സലാം വീട്ടിയിട്ട് നിലകൊള്ളുന്ന മനുഷ്യന്റെ നമസ്കാരമാണ്. ഏത് സമയത്തോ തോന്നുന്നത് പോലെ നമസ്കരിക്കുന്ന നിസ്കാരമില്ലയോ, ആ നമസ്കാരത്തിന് കബൂലിയത്തില്ല, സ്വീകാര്യതയില്ല. ആ നമസ്കാരം വന്ന് നിനക്കെതിരായി ദുആ ചെയ്യുകയാണ്. ലയ്യകല്ലാഹു കമാ ലയ്യതനീ, നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ബലാകൾ ഉണ്ടാവട്ടെ എന്ന് നിസ്കാരം നിനക്കെതിരായി ദുആ ചെയ്യുമെന്നും നബിയുനാ റസൂലുള്ളാഹി. നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ നിസ്കാരം സമയത്തല്ല, അതിന്റെ പേരിൽ നിസ്കാരം നമുക്കെതിരായി ദുആ. ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാരും നിസ്കാരക്കാരാണ് പക്ഷെ സമയത്തില്ല. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കാൻ, നിസ്കാരത്തെ അതിന്റെ സമയത്തെ വിട്ട് വഖത്തുകളെ വിട്ട് പിന്തിക്കുന്ന ആളുകൾക്ക് വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിച്ചു എപ്പോഴാണ് നിസ്കരിച്ചത്? സുബഹി നിസ്കരിച്ചത് ളുഹറിന്റെ സമയത്ത്, ളുഹർ അസറിന്റെ സമയത്ത്. എത്രയോ സഹോദരിമാരുണ്ട് അസറിന്റെ സമയത്തിലേക്ക് വെച്ച് ളുഹർ പിന്തിക്കും. അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പേ ഒന്നുകൊടുത്ത് കുളിച്ച് റെഡിയായി ളുഹർ നിസ്കരിക്കും. എത്രയോ ഉമ്മമാരുണ്ട്, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുവരുന്നവരുണ്ട്. വലിയ വിഷയമാണ്. നിസ്കാരം കബൂലാക്കുകയില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 3 വിഭാഗം ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല, അല്ലാഹു കബൂലാക്കില്ല സ്വഹാബ. അതിൽ പെട്ടതാണ് നമസ്കാരത്തെ എപ്പോഴും സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരുടെ നമസ്കാരം അല്ലാഹു കബൂലാക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്ഥിരമായി അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം തന്നെ അല്ലാഹുക്ക് വേണ്ട. വല്ലപ്പോഴും അങ്ങനെ ഉണ്ടായി, ഒരു യാത്ര കാരണം അല്പം ഒന്ന് ബന്ധിപ്പോയി, അതല്ല. സ്ഥിരം അങ്ങനെ തന്നെ എപ്പോഴും ളുഹർ നിസ്കരിക്കപ്പോഴാണ് അസ്ർ ബാങ്കിന് തൊട്ടു മുമ്പ്, എപ്പോഴും അസ്ർ നിസ്കരിക്കപ്പോഴാണ് മഗ്‌രിബിന് തൊട്ടു മുമ്പ്. അങ്ങനെ ചില ശീലമുണ്ട്. ചില കച്ചവടക്കാരുണ്ട്, രാവിലെ കടയിൽ പോകും, സുബൈക്ക് ചിലപ്പോൾ പള്ളിയിലുണ്ടാകും, പിന്നെ ളുഹറും അസ്റും മഗ്‌രിബും ഒക്കെ നിസ്കരിക്കുന്നത് ഇശായിനോടൊപ്പം പള്ളി തന്നെ നിസ്കരിക്കും, ഒക്കെ ജംഅ് ചെയ്ത് നിസ്കരിക്കും ഒറ്റയടി. അതുവരെ കടയൊക്കെ തുറന്നു വെച്ച് നല്ല റാഹത്തായിട്ട് കച്ചവടം കിട്ടി. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്ന് ഒന്നുമൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കാര്യമായി ഫാനൊക്കെ ഇട്ട് പള്ളിക്കകത്തിരുന്ന് ഫുള്ള് നിസ്കരിക്കാം, എല്ലാം നിസ്കരിക്കും. പക്ഷെ സ്ഥിരമായിട്ടുള്ള പരിപാടി എന്താ? എപ്പോഴും തന്നെ പരിപാടി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു താബികളിൽ പെട്ടതായ വ്യക്തിയല്ലയോ. കാന അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു ഇദാ ദഖല ശഅബാനു, പരിശുദ്ധമായ ശഅബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ അഗ്ലഖ തിജാറതഹു, അദ്ദേഹത്തിന്റെ കച്ചവടം മുഴുവനും ഒഴിവാക്കുകയാണ്, കട ബന്ദിടുകയാണ്, അടയ്ക്കുകയാണ്. കട അടയ്ക്കും. ശഅബാൻ വന്നാൽ തന്നെ കട കച്ചവടം പൂട്ടാൻ. താബികളിൽപ്പെട്ട അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഇൻകബാലൽ മസാഹിഫി, മുസ്ഹഫിന്റെ മേൽ മുഖം കുത്തി വീഴുകയാണ്. മുസ്ഹഫിന്റെ മേൽ മുഖം കുത്തി വീണ് കിടന്ന് ഉറങ്ങല്ല, പിന്നെന്താ? ഖുർആൻ ഓതുന്നതിനാണ് മഹാന്മാർ അങ്ങനെ പ്രയോഗിച്ചത്.
മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വകാനൽ മുസ്ലിമൂന മുസ്ലിമീങ്ങളായിരുന്നു ഇദാ ദഖല റജബുൻ ഇദാ ദഖല ശഅബാൻ ശഅബാൻ മാസം വന്നാൽ ഇൻകബ്ബു അലൽ മസാഹിഫ് മുസ്ഹഫിന്റെ മേൽ മുഖം കുത്തി വീഴും. വഹും യഖറഊനൽ ഖുർആന മറാത്തിൻ ബഅദ മറാത്ത്, ധാരാളം പ്രാവശ്യം ഖുർആൻ ഇങ്ങനെ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കും. മുസ്ഹഫ് പറഞ്ഞാൽ ഖുർആൻ ഖത്മ് തീർക്കും എന്നർത്ഥം. മാഷാ അല്ലാഹ്. എപ്പോഴാ? ശഅബാനാകുമ്പോ തന്നെ. റമദാൻ എങ്ങനെ വരവേൽക്കണം, പരിശുദ്ധ റമദാൻ എങ്ങനെ നമുക്ക് സ്വീകാര്യമാക്കണം എന്നാണല്ലോ നമ്മുടെ ചിന്ത. ഒന്ന് നിസ്കാരം കറക്റ്റ് ആക്കണം, ഖുർആനോത്ത് കറക്റ്റ് ആക്കണം, ഒക്കെ ഇപ്പോഴേ തുടങ്ങണം. അത് റമദാൻ ആവട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോഴേ മുസാഫൊക്കെ തുടച്ച് മാറ്റി വെച്ചിരിക്കുക. റമദാൻ എടുക്കാം കേട്ടോ ഹാജിയാരെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. അതല്ല വേണ്ടത്, ഇപ്പോഴേ ഓതി തുടങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോഴേ നിസ്കാരങ്ങൾ കറക്റ്റ് ആക്കണം. നേരത്തെ ബഹുമാന്യരായ നമ്മുടെ ഉസ്താദ് മുദരിസ് ഉസ്താദ് സൂചിപ്പിച്ച് അവസാനം നിർത്തിയതും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയ്ക്ക് നിർബന്ധമാക്കപ്പെട്ടതാകുന്ന ഫർളായ നമസ്കാരങ്ങളെ കൃത്യത വെക്കുന്നുണ്ടോ, അവൻ തീർച്ചയായും അല്ലാഹുവിലേക്ക് അടുക്കും. ഫർളുകൾ കറക്റ്റ് ആകുമ്പോൾ റബ്ബിലേക്ക് അടുക്കുക. ആ ഫർളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 5 വഖത്ത് നമസ്കാരങ്ങൾ പുരുഷന്മാർ ജമാഅത്തായി പള്ളികളിലും സ്ത്രീകൾ അവരുടെ നമസ്കാരങ്ങൾ വീടിന്റെ അകത്തലങ്ങളിലും ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചാൽ തന്നെ പകുതിയായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെയാണ് സുന്നത്തുകളെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സുന്നത്തുകളെ ശ്രദ്ധിക്കണം. മസാല അബ്ദി ബിന്നവാഫിൽ യഖറുബു ഹത്താ അകൂന ലഹു യദവ അർജുലാ. സുന്നത്ത് നമസ്കാരങ്ങൾ പിന്നീട് അങ്ങനെ അധികരിപ്പിക്കണം. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണല്ലോ റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയാം. ആ സുന്നത്തുകളെ പിന്നീട് ഗൗനിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തുകളാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. ഞാൻ എപ്പോഴും എന്റെ വാദുകളിൽ ഉണർത്താറുള്ളതാണ്. സുബഹിയുടെ ബാങ്ക് വിളിച്ചാൽ ഉടനെ ഉള്ള 2 റക്അത്ത് സുന്നത്ത്. ഉസല്ലി സുന്നത്ത് സുബഹിയിൽ ഖബലിയത്തി റക്അത്തിൻ ലില്ലാഹി തആല. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന നിയ്യത്ത് ചെയ്ത് ഫാത്തിഹ സൂറത്ത് അലം നശ്റഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്ത്. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ അലം തറ കൈഫ സൂറത്തുൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ നിസ്കരിക്കണം. എന്താ അങ്ങനെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ സല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ. ആരെങ്കിലും സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അലം അലം എന്ന് തുടങ്ങുന്നതായ സൂക്തങ്ങൾ കൊണ്ട് നമസ്കരിച്ചുവോ, 1ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന സൂക്തം കൊണ്ടും 2ാമത്തതിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂക്തം കൊണ്ട് നമസ്കരിച്ചുവോ, ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ. അന്നത്തെ ദിവസം ഒരു വിഷമമോ ദുഃഖമോ പ്രയാസമോ ഒരു വേദനാജനകമാകുന്ന വാർത്ത പോലും അവൻ ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാസൂർ മൂലക്കുരു പോലെയുള്ള അസുഖങ്ങൾക്ക് വരെ ശമനമാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വേദനകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അല്ലാഹു അവന് നൽകൂല. എങ്ങനെ നിസ്കരിക്കണം? സുബഹിയുടെ സുന്നത്ത് ഏത് രീതിയിൽ നിസ്കരിക്കണം? ഫാത്തിഹ അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആദ്യ റക്അത്തിൽ തന്നെ. 2ാമത്തിൽ ഫാത്തിഹ അലം തറ കൈഫ സൂറത്തുൽ ഫീൽ. അതോടൊപ്പം തന്നെ ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓതി നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? നമ്മളൊരു വാദിന്റെ മജ്‌ലിസിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അമലിന് വേണം. അതിനാണ് ഇടയിൽ ഇത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നവരുണ്ട്. നോക്കി ആരൊക്കെ ഉണ്ടെന്ന് കൈ ഉയർത്തിക്കുക. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ചിലരൊക്കെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉറങ്ങിയെന്ന്. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ തമാശയായിട്ട് കാണണ്ട. പഴയ കാലഘട്ട വാളുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഇത്തരത്തിലുള്ള വാളുകളാണ്, ഇത്തരത്തിലുള്ള നസീഹത്തുകളായിരുന്നു. ഇതൊക്കെ പോയി. വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ തലത്തിലും നമുക്ക് വിജയിക്കാൻ കാരണമായി തീരും. കാരണം ഒരു മുഅ്മിനും കാഫിറിനും ഇടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി അടയാളം എന്ന് പറയുന്നത് ഏതാ? നിസ്കാരമാണ്. അലാമത്തുൽ മുഅ്മിനി വൽ കാഫിരി ബൈനൽ മുഅ്മിനി വൽ കാഫിരി അസ്സലാ. മുഅ്മിനിന്റെയും കാഫിറിന്റെയും അവിശ്വാസികൾക്കിടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി നിസ്കാരമാണ്. നിസ്കരിക്കുന്നത് കാണുമ്പോഴാണ് അവൻ മുഅ്മിൻ എന്ന് മനസ്സിലാക്കുക.
ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട അമലും എല്ലാ ദിവസവും അനുവർത്തിക്കേണ്ട അമലും അത് തന്നെയാണ്. 17 റക്അത്താണ് ഒരു ദിവസം. എല്ലാ ദിവസവും ഫർള് നമസ്കാരങ്ങളിലൂടെ തന്നെ നമ്മൾ അല്ലാഹുവിലേക്ക് മുറുകേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അതിനോട് തുടർത്തിക്കൊണ്ടുവരണം ദുഹാ നമസ്കാരം. എല്ലാ ദിവസവും 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്ന ശീലം നമുക്കുണ്ടാവണം. രാവിലെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നു, wudu എടുത്ത് എന്തായാലും കുളിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ wudu ചെയ്യും. കുളിക്കുന്നതിന് മുമ്പാണ് wudu ചെയ്യേണ്ടത്. പലപ്പോഴും കുളി കഴിഞ്ഞിട്ടാണ് പലരും ചെയ്യുക. അങ്ങനെയല്ല, കുളിക്കുന്നതിന് മുമ്പ് wudu സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ്. പിന്നെ കുളിക്കിടയ്ക്ക് അവന്റെ wudu പോയാൽ വീണ്ടും wudu പുതുക്കണം, wudu പുതുക്കണം. അങ്ങനെ wudu എടുത്തതിന് ശേഷം കൊണ്ട് ഇറങ്ങി നല്ല റാഹത്തായിട്ട് 2 റക്അത്ത് ദുഹാ നമസ്കരിക്കട്ടെ. രാവിലെ തന്നെ നല്ല റാഹത്തായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് ദുഹാ നിസ്കരിക്കട്ടെ. ദുഹാ നമസ്കാരം വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ കഴിഞ്ഞ റമദാനിൽ പലരും ചെയ്തതാണ്. പിന്നെ റമദാൻ കഴിഞ്ഞപ്പോൾ മതിയാക്കി. കഴിഞ്ഞ റമദാനിൽ പലരും വിത്ർ നമസ്കരിച്ചവരാണ് അല്ലേ? വിത്ർ നമസ്കരിക്കാത്ത ആളുകൾ കുറവാണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഓതി, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതി, സലാം വീട്ടി അടുത്ത ലാസ്റ്റ് റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ചില ആളുകൾ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മാത്രം കൊണ്ട് മതിയാക്കും. അങ്ങനെയല്ല, സുന്നത്ത് എങ്ങനെയാണ്? അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. 3 ഓതി നിസ്കരിക്കണം. അങ്ങനെ തന്നെയാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഏറ്റവും കുറഞ്ഞ രൂപം 1 റക്അത്താണ്. പൂർണ്ണമായ രൂപം 3 റക്അത്ത്. പരിപൂർണ രൂപമാണ് എത്ര? 11 റക്അത്ത്. അത് നമസ്കരിക്കുന്ന ആളുകളാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണ്ടേ? നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് എന്താ ഹാജിയാരെ ഇതുവരെ തുടർത്തിക്കൊണ്ട് വന്ന ഒരു അമലെന്ന് ചോദിച്ചാൽ ആകെ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്തു വരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? സുബഹി കഴിഞ്ഞ് ഉറങ്ങും. അതാ ഇപ്പൊ ആകെ ഉള്ളത്. ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. വിത്ർ നമസ്കരിക്കുന്നില്ല, അവ്വാബീനില്ല, സുന്നത്ത് നമസ്കാരങ്ങളില്ല, ദുഹാ നമസ്കാരം ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. ആകെ നമുക്കുള്ള തഹജ്ജുദും പോയി. മറ്റേത് തഹജ്ജുദ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ 2 റക്അത്ത് അങ്ങനെ നിസ്കരിച്ച, അപ്പൊ അതും ഇല്ലല്ലോ. അത്താഴം കഴിക്കാൻ എഴുന്നേക്കാത്തോണ്ട് അതും പോയി. ആകെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങാണ് ഇപ്പോഴും. വാപ്പായും ഉമ്മായും മക്കളും എല്ലാവരും കൂടി ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, ജമാഅത്തായിട്ട് ഉറങ്ങുക. ഒരു 8 മണി വരെ ഉറക്കം. ചിലപ്പോൾ സുബഹി പോലും ഇല്ല. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട്ടിൽ ബറക്കത്ത് പരിപൂർണമായി ഇല്ലാതാക്കി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവർക്ക് സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. സുബഹി നിസ്കരിക്കുന്നില്ലേ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ബറക്കത്ത് എടുത്തു കളഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം, സഹോദരിമാരെ ശ്രദ്ധിക്കണം. സുബഹി നമസ്കാരം ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു മാറ്റിയിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൗമൻ സല്ലു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തതുലു അശ്ശംസു തഅദിലു ഉംറതൻ താമതൻ താമാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അവ്വൽ വഖത്തിൽ സുബഹി നമസ്കരിക്കുന്നതായ സമുദായം അവർ സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞോടിയാൽ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി കഴിഞ്ഞോടിയാൽ, പരിശുദ്ധമായ യാസീൻ ഓതുന്നവരില്ലയോ, വാഖിഅ സൂറത്ത് പാരായണം ചെയ്യുന്നവരില്ലയോ, വറുദുൽ ലത്തീഫ് ഓതുന്നവരില്ലയോ, അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നവരില്ലയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നവരില്ലയോ, അദ്കാറുകളും വിറുദുകളുമായി കഴിഞ്ഞോടുന്നവരില്ലയോ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖൗമൻ സല്ലു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തതുലു അശ്ശംസു തഅദിലു ഉംറതൻ താമതൻ താമാ. പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമേ. ഈ നിലയിൽ സുബഹി നമസ്കരിച്ച് ഉദയം വരെ ദിക്റിലായി കൂടുന്നവർക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി വലിയ തൗഫീഖാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബഹി നിസ്കരിക്കണം, എന്നിട്ട് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞു. അതിനാ പള്ളിയിലേക്ക് കയറുമ്പോൾ തുലൂ എന്ന് പറഞ്ഞ് പ്രത്യേകം ഉദയം എന്നും പറഞ്ഞുകൊണ്ട് സമയം കൊടുത്തിരിക്കുന്നു കേട്ടാ. കാരണം ഈ ഉദയം മനസ്സിലാക്കി ഹാജിയാര് പള്ളിക്ക് അകത്തോട്ട് കയറുന്ന ഹാജിയാര് അതുവരെ അവിടെ ഇരിക്കാനാ. ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി അവിടെ ഇരിക്കണം.
ഇതൊരു തസ്ബീഹ് കഴുത്തിലിട്ടുകൊണ്ട് റൗണ്ട് ചെയ്യുക, പള്ളിയുടെ വെളിയിലോട്ട് ഇറങ്ങുക. എന്നിട്ട് എവിടെയെങ്കിലും ഫനായും വസാദും കൊണ്ട് അതിന്റെ കിതാബ് ഓതി കൊടുത്തുകൊണ്ട് ആചാര്യ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ പള്ളിക്കകത്തിരുന്നിട്ട് ദിക്റ് ചൊല്ലണം. ആ സമയത്ത് ഖുർആൻ ഓതണം. ഉദയത്തിന്റെ സമയം വരെ ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടുന്നവന് അള്ളാഹു ഉംറ നിർവഹിച്ച പ്രതിഫലം നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി. ആ സമയത്ത് ഉറങ്ങാനുള്ളതല്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. പുതിയ തലമുറ മുഴുവനും സുബഹിക്ക് ശേഷം ഉറക്കിലാണ്. ഉസ്താദ്, എന്റെ മകനിതാ MA കഴിഞ്ഞവനാണ്, MPhil കഴിഞ്ഞവനാണ്, ഡോക്ടറേറ്റ് എടുത്തവനാണ്, ഒരുപാട് വിദ്യാഭ്യാസം നുകർന്നവനാണ്, അവൻ അനുയോജ്യമായ ജോലിയില്ല. എത്ര വാപ്പമാരാണ് കരഞ്ഞുകൊണ്ട് പറയുന്നത്, എത്ര ഉമ്മമാരാണ് നൊമ്പരപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുന്നത്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ വാപ്പ. മക്കൾ സുബഹിയുടെ സമയത്ത് കിടന്ന് ഉറങ്ങിയാൽ അവർക്ക് ബറക്കത്തുണ്ടാവൂല, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തില്ലയോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ പടച്ചറപ്പേ, എന്റെ സമുദായത്തിന് പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. എന്റെ സമുദായത്തിന് പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കിട്ടാത്തവരായി മാറുമേ സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പാടില്ല. ഇന്ന് ആണും പെണ്ണും മക്കളും ഒക്കെ ഇരുന്ന് ഉറങ്ങാൻ. പിന്നെ എങ്ങനെ മക്കൾ സാലിഹീങ്ങളാകും? മക്കൾക്ക് എങ്ങനെ ഹൈറായ ജോലി കിട്ടും? എങ്ങനെ ഓർമ്മശക്തി ഉണ്ടാകും? എങ്ങനെ ചിന്താശക്തി ഉണ്ടാവും? എങ്ങനെ പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റും? ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമ സുഖത്തിലേ. ബറക്കത്ത് ജീവിതത്തിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കോളെ. ഉസ്താദിന്റെ വരിക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബഹി കഴിഞ്ഞ് ഉറങ്ങുന്നവന് ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് പുതിയ തലമുറ അങ്ങനെയാണ്. പഴയ തലമുറ അങ്ങനെയല്ല. രാവിലെ എഴുന്നേറ്റ് രാവിലെ ജോലിക്ക് പോകും, പണിക്ക് പോകും, പരിപാടിയുണ്ട്. ഇന്ന് പുതിയ ജൂൻ ജനറേഷൻ എല്ലാം രാത്രി 3 മണി വരെ ഉറക്കമൊഴിക്കും. എന്താ ഖുർആൻ ഓതുവാണോ? അല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് രാത്രി 12 മണിയാവുമ്പോൾ മൊബൈൽ അടുക്കള വെച്ചിട്ട് റീൽസ് കളിച്ചോണ്ടിരിക്കുക, തെന്നത്താര കളിച്ചോണ്ടിരിക്കുക. റീൽസൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് വെളുപ്പിച്ച് റാഹത്താക്കിയിട്ടുണ്ട് 3 മണിക്ക് കിടന്ന് ഉറങ്ങുള്ളൂ. അതുകൊണ്ടെന്നാ ഈ സുബഹി പോയി. രാത്രി മുഴുവനും കള്ളു കുടിച്ച് രസിച്ച് രമിച്ച് നിലകൊള്ളുന്ന യുവാക്കളായി യുവതികളായി നമ്മുടെ തലമുറ മാറിയില്ലേ? അള്ളാഹുവിനെ ഓർക്കാത്ത തലമുറകളായി നമ്മുടെ തലമുറ മാറി. നിസ്കാരമില്ലാത്ത, നോമ്പുകളില്ലാത്ത, ഇബാദത്തുകൾ ശ്രദ്ധിക്കാത്ത, പടച്ചറപ്പിന് വേണ്ടി ഇബാദത്തെടുക്കാൻ താല്പര്യമില്ലാത്ത അഭിനവ തലമുറകളായി നമ്മുടെ തലമുറ മാറിയിരിക്കുകയാണ്. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ പോക്ക്? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാത്ത് വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൂന ഗയ്യാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ വ്യക്തമായി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഒരു സമുദായം ഇതാ കടന്നു വരും കേട്ടോ. അവസാന കാലഘട്ടം എത്തുമ്പോ അവർ നമസ്കാരത്തെ വൃഥാവിലാക്കുകയാണ്, പാഴാക്കുകയാണ്. അല്ലാഹു സ്വലാത്ത്, നമസ്കാരത്തെ പാഴാക്കുന്നവരാണ്. വത്തബഉ ശഹവാത്ത്, സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ഇച്ഛകളെ പിൻപറ്റുകയാണ്. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോവുകയാണ്, ഹറാമായ തലത്തിലേക്ക് കാതുകളെ കൊണ്ടുപോവുകയാണ്. ഖുർആൻ കേൾക്കാൻ സമയമില്ല, ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ സമയമില്ല, വാദിന്റെ മജ്‌ലിസിലേക്ക് കടന്നിരിക്കാൻ സമയമില്ല. ഔലിയാക്കൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട അവരുടെ ഓരോ
ഉറൂസുകളോട് താല്പര്യമില്ല. വലിയവരെ കുറിച്ച് തന്നെ മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നതായ ആളുകളില്ലേ, ചെറുപ്പക്കാരില്ലയോ? അള്ളാഹുവിനെ കുറിച്ച് പോലും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞ് ദൈവമില്ല എന്ന വാദഗതികളുമായി നിരീശ്വരവാദത്തിലേക്ക് പോയ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ യുക്തിവാദികളുണ്ട്, എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണമായി തള്ളിക്കളയുന്നതായ ആളുകളില്ലയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കാരങ്ങളെ തള്ളിക്കളയുന്നതായ ആളുകൾ, അതിനെ പിന്തിക്കുന്നതായ ആളുകൾ, അതിനെ ശ്രദ്ധ കൊടുക്കാത്തതായ ആളുകൾ, സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ദേഹേച്ഛകളെ പരിപൂർണമായി പിൻപറ്റി ജീവിക്കുന്നതായ ആളുകൾ അവർ തീർച്ചയായും എത്തിച്ചേരുന്നത് നരകത്തിൻ്റെതായ ഒരു വലിയ ഭാഗത്താണ്, ഒരു ചെരുവിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് വയ്യ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാദിം ഫീ ജഹന്നമ, കത്തിച്ചൊലിക്കുന്ന ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ചെരുവാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് അവരെ അള്ളാഹു വലിച്ചെറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് അല്ലാഹുഹ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മഅനാഹ ഐ അല്ലാഹുഹ, നമസ്കാരത്തെ പരിപൂർണമായി ഇല്ലാതാക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഐ അല്ലാഹുഹ, നമസ്കാരത്തെ പരിപൂർണമായി ഒഴിവാക്കുന്നു എന്നല്ല അർത്ഥം. മറിച്ച് എന്താണ്? അഖറുഹ അന്നൗഖാതിഹ, നമസ്കാരം അതിന്റെ യഥാർത്ഥ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇമാമു താബീനാണ്, താബീങ്ങളുടെ നേതാവാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാ അല്ലാഹു സ്വലാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാ യുസല്ലി അൽളുഹറ حتى يأتي العصر وألا يصلي العصر حتى يأتي المغرب وألا يصلي المغرب حتى يأتي العشاء وألا يصلي العشاء حتى يأتي الفجر وألا يصلي الصبح إلى طلوع الشمس. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ളുഹർ നമസ്കാരം അസർ വരെ പിന്തിക്കുന്ന ആളുകളാണ്, അസർ നമസ്കാരത്തെ മഗ്രിബ് വരെ പിന്തിക്കുന്ന ആളുകളാണ്, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിക്കുന്നവരാണ്, ഇശായിനെ സുബ്ഹി വരെ പിന്തിക്കുന്നതായ ആളുകളുണ്ട്. അത്തരക്കാരായ ആളുകളാണ് ഫസൗഫ യൽഖൗന ഗയ്യാ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ മാത വഹുവ മുസ്സിറുൻ അലാ ഹാദിൽ ആലാ, ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ഈ രീതിയിലാണ് അവൻ മരണപ്പെടുകയും ചെയ്താൽ വലം യതൂബ ഇലല്ലാഹി തൗബതൻ നസൂഹാ, അല്ലാഹുവിനോട് അവൻ തൗബ ചെയ്യാതെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എങ്കിൽ, എല്ലാ ദിവസവും സുബഹി നമസ്കരിക്കുന്നത് അവനതാ സൂര്യനതാ ഉദിച്ചതിന് ശേഷമാണ്, എല്ലാ ദിവസവും സുബഹി നമസ്കരിക്കുന്നത് ഇതേ രീതിയാണ്. എല്ലാ ദിവസവും ളുഹർ നമസ്കരിക്കുന്നത് അസറിലേക്ക് പിന്തിച്ചിട്ടാണ്, എല്ലാ ദിവസവും അസർ നമസ്കരിക്കുന്നത് മഗ്രിബിലേക്ക് പിന്തിച്ചിട്ടാണ്, എല്ലാ ദിവസവും മഗ്രിബ് നമസ്കരിക്കുന്നത് ഇശായിലേക്ക് പിന്തിച്ചിട്ടാണ്, എല്ലാ ദിവസവും ഇശാ നമസ്കരിക്കുന്നത് വളരെ വൈകിയാണ്. ഈ രീതിയിൽ ആരെങ്കിലും നമസ്കരിക്കുന്നവരുണ്ടോ? വമൻ സല്ലല്ലാഹ കദാ, ആരെങ്കിലും ഈ രീതിയിൽ നമസ്കരിക്കുകയും വലം യതുബ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാതെയാണ് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എങ്കിൽ, അല്ലാഹു അവന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നരകത്തിൻ്റെതാകുന്ന വാദിയായ വയ്യെന്ന് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു കാക്കുമാറാവട്ടെ. നരകത്തിന്റെ ഒരു ചെരുവ് അല്ലാഹു അവന് കൊടുത്തു.
വലിയ വിഷയമാണത്, ചെറിയ കാര്യമല്ല. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം എന്താണ്? പിന്തിച്ച് നിസ്കരിക്കുക. അങ്ങനത്തെ കാര്യം ഇപ്പൊ പറയുന്നു. അവന് നരകത്തിന്റെ ഒരു ഭാഗം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കാത്തവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാത മുതഅമ്മിദാ, ആരെങ്കിലും നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ഇസ്മുഹു അലാ ബാബി നാരി ജഹന്നമ, ജഹന്നം എന്ന നരകത്തിന്റെ വാതിക്കൽ അവന്റെ പേര് എഴുതുകയാണ്. മിമ്മയദുഖുലഹാ, ആ നരകത്തിൽ പ്രവേശിപ്പിക്കേണ്ടവനാണ് അവനെന്ന അർത്ഥത്തിൽ നരകത്തിൽ എന്നെ തുടക്കം തന്നെ അവന്റെ പേര് രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ വാതിൽക്കൽ തന്നെ അവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. ഹാജിയാര് ബാ ഇങ്ങോട്ട് പോരെ, ഹാജിയാരെ വിളിച്ച്. ഹാജിയാരുടെ പേരെയാണിത്. ഏത്? നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനഃപൂർവ്വം ഉപേക്ഷിച്ചാലുള്ള അവസ്ഥയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ആളുകളുണ്ട്. ഇന്ന് നിരീശ്വരവാദത്തിലേക്ക് പോകണല്ലോ, യുക്തിവാദത്തിലേക്ക് പോകണല്ലോ. കള്ളുകുടിച്ചും ലഹരി നുണഞ്ഞും പടച്ചറബ് ഇല്ല എന്ന വാദഗതികൾ ഉന്നയിക്കുന്നത് പുതിയ തലമുറയിലേതാകുന്ന യുവാക്കളും യുവതികളുമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എത്ര ചെറുപ്പക്കാരാണ്, എത്ര ആളുകൾ ആ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പരാജയത്തിന്റെ അഖിലകാരെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ട ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആയിൽ ആമീൻ പറഞ്ഞ് നിലകൊള്ളുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ശേഷം ചോദിക്കുകയാണ്, അതദറൂന മൻ ശഖിയുൽ മഹ്റൂം, അതദറൂന മൻ ശഖിയുൽ മഹ്റൂം, ആരാണ് ഈ പരാജയത്തിന്റെ വാഹകർ എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? ഫഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയെ, അറിയിച്ചു നൽകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മേളിക്കാത്ത സർവ്വ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെടുന്നതായ ഏറ്റവും വലിയ പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയവന് ആരെന്നറിയുമോ? താരിഖു സ്വലാ, താരിഖു സ്വലാ. ബാങ്ക് മുഴങ്ങുന്നത് കേട്ടിട്ട് നമസ്കാരത്തെ വൃഥാവിലാക്കി കളയുന്ന സഹോദരങ്ങളില്ലയോ? അതിനെ നിസ്സാരവൽക്കരിക്കുന്ന സഹോദരിമാരില്ലയോ? അവരാണ് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ ബാഗ് തോളിലെടുത്ത് വെച്ചുകൊണ്ട് സ്കൂളിലേക്ക് തിരിക്കുന്ന എത്രയോ സഹോദരിമാര് ളുഹറില്ല, അസറില്ല, നമസ്കാരമില്ല. മഗ്രിബിന്റെ സമയത്ത് വന്നാൽ പോലും നമസ്കാരത്തെ ശ്രദ്ധ വെക്കുന്ന ആളുകളില്ല. മോളെ നിസ്കരിക്കൂ എന്ന് ഉമ്മ പറയുമ്പോ എനിക്ക് അശുദ്ധിയാണെന്ന് കളവ് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ പിന്തിക്കുന്നതായ എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട്. ഭർത്താവ് ഭാര്യയോട് പറയാണ് നിസ്കരിക്കൂ എന്ന് പറയുമ്പോ കളിതമാശയിൽ ഏർപ്പെട്ടുകൊണ്ട് എനിക്ക് പീരീഡാണ്, എനിക്കിപ്പോൾ നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് നിസാരവൽക്കരിക്കുന്നതായ എത്രയോ സഹോദരിമാരുണ്ട്. ആഖിറം നഷ്ടമാ, പരലോകം അദാബാണ്, അദാബാണ്. നമസ്കരിക്കാത്തവന്റെ പേരിൽ തന്നെ പ്രത്യേകമായി നരകത്തിന്റെ വാതിൽ അല്ലാഹു എഴുതി വച്ചിരിക്കുകയാണ്. നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളെ നരകത്തിന്റെ വാഹകരോട് ചോദിക്കുന്ന രംഗത്തെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. നാളെ നരകത്തിന്റെ വാഹകര് നരകത്തിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്നത് കാണുമ്പോ ഈ ദുനിയാവിൽ അവർ വിജയികളാണെന്ന് തെറ്റിദ്ധരിച്ചതായ സാലിഹീങ്ങൾ അവരിതാ നരകത്തിൽ പ്രവേശിച്ചത് കാണുമ്പോ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, എന്താണ് ഈ സഖർ എന്ന നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? ഈ നരക കുണ്ടാരത്തിലേക്ക് അല്ലാഹു നിങ്ങളെ വലിച്ചെറിയാനുള്ള കാരണം എന്താണ്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ,
ലം നകു മിനൽ മുസല്ലീൻ. നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതായ ആളുകൾ ആ നരകത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, നമസ്കാരത്തെ ശ്രദ്ധ വെക്കുന്നവരായിരുന്നില്ല. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ ബാങ്കിനെ തൃണവൽഗണിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, അതിനെ ശ്രദ്ധിക്കാതെ പോയവരാണ്. അതുകൊണ്ട് കാരണത്താലാണ് ഞങ്ങളെ ഈ സഖർ എന്ന നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതെന്ന് നരകാവകാശികൾ പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ബാങ്ക് നിസ്സാരമാക്കി കളയുന്ന മുസ്ലിമേ, ബാങ്കിനെ നിസ്സാരവൽക്കരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാതിലേക്ക് ഈയമൊരുക്കി വലിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅൻ തംതലി ഔദനാ ഇബ്നി ആദമ റുസാസൻ മുദാബാ മിൻ അയ്യസ്മഅ ഹയ്യ അലാ സ്വലാഹ് വ ഹയ്യ അലൽ ഫലാഹ് ثم لا يجيب. ഈ ദുനിയാവിൽ ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ കാതുകളിലേക്ക് അലയൊലി കൊള്ളുമ്പോ ഹയ്യ അലാ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരൂ, വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുകൾ മുഴങ്ങുമ്പോ ആ ബാങ്കിനെ നിസാരവൽക്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, അതിന് ഉത്തരം കൊടുക്കാത്തവരുണ്ടോ, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാത്തവരുണ്ടോ, വീടിനകത്തലങ്ങൾ അവ്വല് വഖത്തിൽ നമസ്കരിക്കാതെ സീരിയല് കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ, സിനിമാ പാട്ടുകളെ രാഗത്തോടുകൂടി കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെയും പകൽ സമയങ്ങളിലും ബാങ്ക് വിളിക്കുന്ന നേരത്തെ അതിനെ ഗൗനിക്കാതെ പോകുന്ന ഉമ്മമാരുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൻ തംതലി ഔദനാ ഇബ്നി ആദമ റുസാസൻ മുദാബാ. സ്ഫടികമുരുക്കിയവന്റെ ചെവിയിലെ കൊഴിക്കലാണ് ബാങ്ക് കേട്ടിട്ട് ഉത്തരം കൊടുക്കാതിരിക്കുന്ന മനുഷ്യന്റെ കാതിലേക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ ആഖിറത്തിൽ പടച്ചറബ് അവന് വേണ്ടി നൽകുന്നതായ ശിക്ഷയാണ്. ബാങ്കിനെ നിസാരവൽക്കരിക്കുന്നവരെ നാളെ ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ചാൽ തന്നെ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ തകല്ലമ ബൈനൽ അദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ കലിമ ഉച്ചരിക്കാൻ സാധ്യമല്ല. സക്കറാത്തിന്റെ ഹാലിൽ വല്ലാതെ പ്രയാസപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പഴയ കാലഘട്ടം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് പുതിയ കാലഘട്ടം ബാങ്ക് വിളിക്കുമ്പോഴും വോളിയം കൂട്ടി വെച്ചേക്കാം. ബാങ്ക് വിളിക്കുന്നുണ്ട്, അത് കേൾക്കണ്ട, ഓടിച്ചിരി വോളിയം സിനിമാ പാട്ടിച്ച് വോളിയത്തിട്ടുണ്ടോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.